മാറുന്ന ടെക്നോളജിക്കൊപ്പം മുന്നേറുക എന്ന ലക്ഷ്യത്തോടെ 1998 ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ച് ലോകത്ത് എവിടെയും സംരംഭകത്വം എന്ന തലത്തിലേക്ക് വിദ്യാർത്ഥികളെ ഉയർത്താൻ ആവശ്യമായ ടെക്നോളജി പഠനം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ പ്രവർത്തിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കൊല്ലം, പാലക്കാട്, ആലുവ, തൃശൂർ എന്നിവിടങ്ങളിലൊക്കെ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. 90% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രാക്ടീസ് മെത്തേഡ് എന്ന രീതിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവലംബിക്കുന്നത്. ഇന്ത്യയിലും വിദേശത്തുമായി 20-ൽ പരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളും 500-ൽ അധികം സപ്പോർട്ടിംഗ് സെന്ററുകളും ഉള്ള ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയ്ക്ക് 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പൂർവ്വ വിദ്യാർത്ഥികൾ 45-ൽ അധികം രാജ്യങ്ങളിൽ സ്വന്തം സ്ഥാപനം നടത്തുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്ര സർക്കാർ നൈപുണ്യ വികസന മന്ത്രാലയത്തിന് കീഴിലുള്ള ടെലികോം സെക്ടർ സ്കിൽ കൗൺസിലിൻ്റെ കേരളത്തിൽ നിന്നുള്ള ഏക അക്കാദമിക് പാർട്ണറും കേരള സർക്കാരിൻ്റെ സമഗ്ര ശിക്ഷ കേരളയുടെ VHSE പാഠ്യപദ്ധതിയുടെ കരിക്കുലം കമ്മിറ്റി അംഗവുമാണ്. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയ്ക്ക് ദുബായ് ഗവൺമെൻറ്റിൻ്റെ KHDA അംഗീകാരവും ഉണ്ട്. അത്യാധുനിക റിപ്പയറിംഗ് ഉപകരണങ്ങളും ലാബുകളുമാണ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് കാഞ്ഞങ്ങാട് സ്ഥാപനത്തിൽ വെച്ചുകൊണ്ട് ബഹ്റൈനിലെ അവിടുത്തെ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ ഒന്നായിരുന്നു. ഞങ്ങളുടെ പിതാവ് മുഹമ്മദ് ഷാഫിർ അദ്ദേഹം കമ്പ്യൂട്ടർ വന്നിട്ട് ലാപ്ടോപ്പൊക്കെ വന്നവരെ മുത്തൂനെ വിളിച്ച് അത് അദ്ദേഹം ഇവിടെ കൊണ്ട് പഠിപ്പിക്കുകയായിരുന്നു. അപ്പം അദ്ദേഹം പഠിച്ചത് പിടിക്കുമെന്നാണ്. അപ്പം അങ്ങനെയൊരു വലിയ ഇന്നോവേറ്റീവായി കാലം AI-യുടെയും മറ്റ് ടെക്നോളജിയുടെയും ഒക്കെ ഭാഗമായി മാറുന്ന സമയത്ത് നമുക്കിനിയും ഒരുപാട് പുതിയ ആളുകൾ തൊഴിൽ ദാതാവായി സംരംഭം മാറും. ബഹുമാനപ്പെട്ട നൗഷാദ് ബാഖവിയുടെ സാന്നിധ്യം, അദ്ദേഹം ഈയിടത്ത് തുറന്നു കുറിച്ചിട്ടുള്ള സ്നേഹസാഗരം, ഒരുപാട് ഭിന്നശേഷിക്കാരുടെ പോലെ വൃദ്ധരായിട്ടുള്ള ആളുകളെയൊക്കെ ചേർത്ത് പിടിച്ച സാദിഖ് TH സ്വാഗതം പറഞ്ഞു. മാനേജിംഗ് ഡയറക്ടർ മുത്തുകോഴിച്ചേന അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ മുഖ്യ അതിഥിയായി. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.